വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തെ തുടർന്ന് പുറത്തുവന്ന സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നതിന് ED ഉടൻ സംഘത്തെ നിയമിക്കും. NM വിജയന്റെ 2 കോടിക്കടുത്ത് വരുന്ന സാമ്പത്തിക ബാധ്യത എങ്ങനെയുണ്ടായി, MLA അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചോ തുടങ്ങിയ കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കും. അതേസമയം കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത് 3-ാം ദിവസവും ജില്ലയിൽ നിന്ന് മാറി നിൽക്കുകയാണ് IC ബാലകൃഷ്ണനും ND അപ്പച്ചനും അടക്കമുള്ളവർ. വിവരങ്ങളുമായി സാനിയ മുനോമി ചേരുന്നു. സാനിയ മുനോമി, വെരി ഗുഡ് മോർണിംഗ്. തണുത്ത പ്രഭാതമാണെങ്കിലും ചൂടുള്ള വാർത്തയാണ് വയനാട്ടിൽ നിന്ന് വരുന്നത്. IC ബാലകൃഷ്ണൻ ഇന്നും ജില്ലയ്ക്ക് പുറത്താണോ? എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ സാനിയ മുനോമി EDയുടെ വരവിനെ കുറിച്ചും? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. നല്ല തണുപ്പാണ്, ശബ്ദമൊക്കെ ഏകദേശം പോകുന്ന അവസ്ഥയിലാണുള്ളത്. ഏതായാലും ഇപ്പോൾ IC ബാലകൃഷ്ണനെ കുറിച്ചൊരു വിവരവും ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ നിലവിലും സ്വിച്ച് ഓഫ് തന്നെയാണ്. പക്ഷേ അദ്ദേഹം നേരത്തെ ഒരു വീഡിയോയുമായി രംഗത്തെത്തിയിരുന്നത് താൻ ഒരു സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിന് കർണാടകയിൽ പോയതാണ്, തനിക്ക് ഒളിച്ചോടേണ്ട ആവശ്യമില്ല, ഏത് അന്വേഷണത്തെയും ധൈര്യത്തോടെ നേരിടാൻ താൻ സന്നദ്ധനാണ് എന്ന് അടക്കം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ വന്നിരുന്നത്. ഏതായാലും അദ്ദേഹം മണ്ഡലത്തിലും ജില്ലയിലും ഒക്കെ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. മറ്റൊന്ന്, ഈ EDയുമായി ബന്ധപ്പെട്ട കേസാണ്. ED ഉടൻ തന്നെ ഒരു സംഘത്തെ നിയമിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. EDയുടെ കൊച്ചി യൂണിറ്റാണ് ഈ വിഷയം അന്വേഷിക്കുക. ഇപ്പോൾ പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടക്കുന്നത്. അതിനുശേഷമായിരിക്കും കേസെടുത്ത അന്വേഷണവും മറ്റും ഉണ്ടാവുക. MLA ഏതെങ്കിലും തരത്തിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. മറ്റൊന്ന്, 2 കോടിയിലേറെ രൂപയുടെ കോഴയാണ് ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും വാങ്ങിയതായി അറിയാനാവുന്നത്. കുടുംബം ശേഖരിച്ച കണക്കിലും അതുപോലെ പോലീസ് ശേഖരിച്ച കണക്കിലും NM വിജയന് 2 കോടിയിലധികം രൂപയുടെ കടബാധ്യതകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനാവുന്നത്. അതും ഒരു പ്രാഥമിക കണക്കാണ്. കൂടുതൽ ബാധ്യതകൾ ഉണ്ടായേക്കാമെന്നാണ് അപ്പോഴും നമ്മൾ അറിയുന്നത്. ഈ ബാധ്യത എങ്ങനെയുണ്ടായി, NM വിജയൻ ഈ പണം ആർക്ക് കൊടുത്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ പണം ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നുള്ളത് സത്യമാണ്. അദ്ദേഹത്തിൻ്റെ വീടായാലും അദ്ദേഹത്തിൻ്റെ ആസ്തിയായാലും ഇതൊക്കെയും കാണുമ്പോൾ അദ്ദേഹം ആ പണം ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ആർക്ക് വേണ്ടിയാണ് ആ പണം വാങ്ങിക്കൊടുത്തത്, ആരാണ് ആ പണം ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ഇവിടെ കോൺഗ്രസ്സുകാർക്കുള്ളിൽ തന്നെയുള്ളൊരു സംസാരം MLAക്ക് ബിനാമികൾ ഉണ്ടാക്കിക്കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ബിസിനസ് ഉണ്ട് എന്നാണ്. ആ ബിസിനസ്സുകളിൽ നടക്കം അനധികൃതമായി എന്തെങ്കിലും സമ്പാദിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും EDയുടെ അന്വേഷണ പരിധിയിൽ വരിക. അതേസമയം ക്രൈംബ്രാഞ്ചും വിജിലൻസും സമാന്തരമായി തന്നെ അന്വേഷണം നടത്തുന്നുമുണ്ട്. അവരുടെ അന്വേഷണത്തിൽ നിരവധിയായ ആളുകളുടെ മൊഴിയെടുത്തു എന്നാണ് കഴിഞ്ഞ ദിവസവും ക്രൈംബ്രാഞ്ച് DYSP സംസാരിച്ചപ്പോൾ പറഞ്ഞത്. പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഉടൻ തന്നെ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. പക്ഷേ 15-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതിയുടെ ഒരു വാക്കാലുള്ള ഉത്തരവുണ്ട്. അതുകൊണ്ട് 15-ാം തീയതി വരെയും അറസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അന്വേഷണം സക്രിയമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അന്വേഷണം നടക്കട്ടെ. ED കൂടി എത്തുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. EDയുടെ വരവിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും മരണത്തിൻ്റെ ദുരൂഹതയുണ്ട്. കാരണം NM വിജയൻ്റെ മകന് ഈ പ്രേക്ഷകർ അറിയാവുന്നതുപോലെ ചെറിയ ഭിന്നശേഷിക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ചെറിയ മാനസിക സംഘർഷമുള്ളൊരു കുഞ്ഞായിരുന്നു. അപ്പോൾ ആ കുട്ടിയെക്കുറിച്ചായിരുന്നു യഥാർത്ഥത്തിൽ NM വിജയൻ്റെ ആശങ്ക മുഴുവൻ. അപ്പോൾ അയാൾക്കൊരു ജോലി ബാങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക. 7 വർഷമായിട്ട് താൽക്കാലിക ജീവനക്കാരനായിരുന്നു കേട്ടോ ഈ ജിജീഷ് എന്ന് പറയുന്ന അയാൾ. ഒടുവിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് സ്വന്തം മകന് വിഷമിറ്റിച്ചു കൊടുത്ത് മരിക്കേണ്ടി വരുന്നൊരു ട്രഷറുടെ മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിന് ആരെങ്കിലും കാരണമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. അക്കാര്യത്തിൽ ഒരു അമാന്തവും അരുത് എന്നുള്ളത് തന്നെയാണ്. ഇനി അതല്ല, ഇക്കാര്യത്തിൽ IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ഒന്നും പങ്കില്ലെങ്കിൽ അതും പുറത്ത് തെളിയിക്കപ്പെടണം. അതൊരു അന്വേഷണത്തിലൂടെ മാത്രമേ ബോധ്യമാവുകയുള്ളൂ. എന്തായാലും IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ഇപ്പോൾ ജില്ലയിലില്ല എന്നാണ് സാനിയ മുനോമി നൽകുന്ന റിപ്പോർട്ടുകൾ.